Hi students, next topic എന്ന് പറയുന്നത് motions and resolutions ആണ്. In a meeting, various matters are brought into discussion. All matters for decision before the meeting of a company are placed in the form of proposal called motions. അതായത് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് മാറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ മാറ്റേഴ്സും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ മീറ്റിങ്ങിൽ മുൻപാകെ വെക്കുന്ന ആ പ്രപ്പോസലിനെയാണ് എന്ത് പറയുന്നത്, മോഷൻസ് എന്ന് പറയുന്നു. സോ മോഷൻ ഈസ് എ പ്രപ്പോസൽ. എന്താന്ന് പറയുന്നത്, പ്രപ്പോസൽ മെയ്ഡ് ബൈ എ മെമ്പർ. ഒരു മെമ്പർ തരുന്ന പ്രപ്പോസലിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ മോഷൻ റിക്വയർ പ്രയർ നോട്ടീസ്. എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മോഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് ഒരു പ്രയർ നോട്ടീസ് ആവശ്യമാണ്. ആൻഡ് ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദ അജണ്ടയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. ഹവർ ഫോർമൽ ഓർ യൂഷ്വൽ മോഷൻസ് ലൈക്ക് കണ്ടോളൻസസ്, motion for adjournment of meeting may be moved without previous notice. ഇനി എന്തെങ്കിലും ഒരു കണ്ടോളൻസോ അതേപോലെ തന്നെ അഡ്ജേൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയാനുള്ള പ്രപ്പോസൽ എങ്കിൽ അതിന് പ്രീവിയസ് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓർഡിനറിലി എ മോഷൻ മസ്റ്റ് ബി പ്രപ്പോസ്ഡ് ബൈ വൺ ആൻഡ് സെക്കൻഡഡ് ബൈ ദ അനദർ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എ മോഷൻ മൂഡ് അറ്റ് എ മീറ്റിംഗ് മേ ഓർ മെ നോട്ട് ബി ആക്സെപ്റ്റഡ് ബൈ ദ മീറ്റിംഗ്. നമ്മൾ എന്ത് പ്രപ്പോസൽ അവിടെ വെച്ചാലും ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. പിന്നെ അതിൽ പറയുന്നത് മോഷൻ ഓർ അമെൻഡഡ് മോഷൻ ഈസ് ദെൻ പുട്ട് ടു വോട്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഒറിജിനൽ ഫോമിൽ വന്ന് അതിനൊരു വോട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ആ മോഷൻ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് എന്താവുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് സിംപ്ലി അനദർ ഫോം ഓഫ് മോഷൻ. മോഷൻ്റെ വേറൊരു ഫോമാണ്. ബട്ട് ഇറ്റ് ഈസ് മോർ ഫോർമൽ ആൻഡ് യൂഷ്വലി യൂസ്ഡ് ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഫോർമലായിട്ടും ആയി മാറുന്ന മോഷനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻസ് മീറ്റിങ്ങിൽ വെക്കുന്നത് ആൻഡ് ലേറ്റർ അപ്രൂവ്ഡ് ആൻഡ് കൺസിഡേർഡ് ദ ഫോർമൽ ഓഫ് ദ കമ്പനീസ്. പിന്നീട് അത് വെക്കുകയും പിന്നീട് അത് ഫോർമലാക്കിയിട്ട് കമ്പനികളുടെ മീറ്റിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. റെസൊല്യൂഷൻസ് റെക്കഗ്നൈസബിൾ ആണ് ബൈ ഫോർമൽ സ്റ്റൈൽ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദേ ഹാവ് എ പ്രിയാമ്പിൾ വേർ പോയിന്റ്സ് ഓഫ് ഫാക്ട്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ ടേം. അതിൽ കൃത്യമായിട്ടൊരു പ്രിയാമ്പിൾ ഉണ്ടായിരിക്കും, ഓരോ ടേമും കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. വെറാസ് വിച്ച് ഈസ് ഫോളോഡ് ബൈ എ ബോഡി ഇൻ വിച്ച് ടേം റിസോൾവ്ഡ് ദാറ്റ് ലിസ്റ്റ് ഈച്ച് ആക്ഷൻ ടേക്കൺ. എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിസോൾവ് ചെയ്തു എന്നുള്ളൊരു പോയിന്റ് അതിൽ ഉണ്ടായിരിക്കും. ഇനി ഇൻട്രപ്ഷൻ ഓഫ് ഡിബേറ്റ്. ഇനി ഡിബേറ്റ് വെൻ എ മോഷൻ അണ്ടർ ഡിസ്കഷൻ വേരിയസ് പോയിന്റ്സ് മേ ബി ഡിസ്കസ്ഡ്. ഏതെങ്കിലും ഒരു മോഷൻ നമ്മൾ ഡിസ്കഷനിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് പോയിന്റ്സുകൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാണ്ട്. മെമ്പർ പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് മെ നോട്ട് അഗ്രി വിത്ത് ദ കണ്ടന്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് മെമ്പേഴ്സ് അഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ദേ ഇൻട്രപ്റ്റ് ദ ഡിസ്കഷൻ. അതിനൊരു തടസ്സം ഉണ്ടാവുകയാണ് ചെയ്യുന്ന ഡിസ്കഷന്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ്സ് ആണ്. പിന്നെ പോയിന്റ് ഓഫ് ഓർഡർ, ഫോർമൽ ഓർ ഡയലേറ്ററി മോഷൻസ്. എന്താണ് അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസ്ഡ് ഓൾട്രേഷൻ ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ടേംസ് ഓഫ് വർക്കിംഗ് ഓഫ് ദ മോഷൻ വിച്ച് ഗെറ്റ്സ് ടു ബി കൺസിഡേർഡ് ബൈ ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ കൺസിഡർ ചെയ്യുന്ന ആ മോഷൻസിൽ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഓൾട്രേഷൻസ് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ മോഡിഫിക്കേഷൻസ് വരുന്നത്? ചിലപ്പോൾ നമ്മൾ പുതിയ വേർഡ്സ് അതിൽ ആഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഉള്ള ചില വേർഡ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും, അതല്ലെങ്കിൽ ചില വേർഡ്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ചേഞ്ച് ദ പ്ലേസ് ഓർ പൊസിഷൻ, ചില വേർഡ്സിൻ്റെ പ്ലേസോ പൊസിഷനോ ലെറ്റേഴ്സോ ഫ്രേസസോ ഒക്കെ മാറ്റം വരുത്തും. ഇതിനെയാണ് നമ്മൾ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പോയിന്റ് ഓഫ് ഓർഡർ എന്നാണ് പറയുന്നത്. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒബ്ജെക്ഷൻ റേസ്ഡ് അബൌട്ട് ദ ഇറഗുലാരിറ്റി ഇൻ ദ പ്രൊസീജിയേഴ്സ് ഓഫ് എ മീറ്റിംഗ്. മീറ്റിങ്ങിൽ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യുക. വെൻ ഡിബേറ്റ് ഓർ എ ഡിസ്കഷൻ ഓൺ എ പെർട്ടിക്കുലർ മോഷൻ ഈസ് ഇൻ പ്രോഗ്രസ് അറ്റ് എ മീറ്റിംഗ് എനി മെമ്പർ may raise a point of order and bring to the notice of the chairman some irregularity in the proceedings of the meeting. ഈ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെമ്പർ അതിലെ പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയർമാനോട് ഈ മീറ്റിങ്ങിൽ പല ഇറഗുലാരിറ്റീസുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നതിനെയാണ് ഇത് പറഞ്ഞ പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതായത് ഇപ്പോൾ കറക്റ്റ് എണ്ണം ആൾക്കാരുടെ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ലൗഡ്ലി പ്രൈവറ്റ് കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കുക. ആൾക്കാർ എപ്പോഴും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പം അവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ചെറിയ ചർച്ചകളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് അവിടെ പാടില്ല. അല്ലെങ്കിൽ ബിഹേവിയർ, എന്തെങ്കിലും സ്പീക്കറുടെ ബിഹേവിയർ, അതിന് റിമാർക്ക്
ഒരു ബാഡ് റിമാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മെമ്പർ ഈ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ പറയുകയാണെങ്കിൽ അതിനെയാണ് പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോർമൽ മോഷൻസ് ഓർ ഡയലേറ്ററി മോഷൻ. അതായത് ഈ ഒരു മോഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിച്ച് റിലേറ്റ്സ് ടു ദ പ്രൊസീജിയർ അറ്റ് എ മീറ്റിംഗ് ആൻഡ് ആർ മൂവ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് ഇൻറ്ററപ്റ്റിംഗ് ഓർ ഡിലേയിങ് ആൻഡ് സ്പീഡിംഗ് അപ്പ് ദ ഡിസ്കഷൻ ഓൺ എ മോഷൻ. ഇവിടെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ, ആ ഒരു മീറ്റിംഗിൽ ആ പ്രൊസീജിയർ മൂവ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് ഒന്നില്ലെങ്കിൽ അത് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ഡിലേ ചെയ്ത് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡാക്കുക, ഇത്തരത്തിലുള്ള ഇതാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വൈ ദീസ് ആർ ഓൾസോ നോൺ ആസ് പ്രൊസീജിയറൽ ഓർ ഡയലേറ്ററി മോഷൻസ് എന്ന് പറയുന്നു. ദ പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഫോർമൽ മോഷൻസ് ആർ ക്ലോഷർ. ഇനി മെയിനായിട്ട് വരുന്ന ഈ ഫോർമൽ മോഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോഷർ ആണ്. ക്ലോഷർ എന്ന് പറഞ്ഞാൽ വെൻ എ മെമ്പർ ഫീൽസ് ദാറ്റ് ഓൾറെഡി ഇനഫ് ടൈം ഹാസ് ബീൻ സ്പെൻഡ് ഓൺ ദ ഡിസ്കഷൻ ഓഫ് എ പെർട്ടിക്കുലർ മോഷൻ ഹി മേ പ്രപ്പോസ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ ബി നൗ പുട്ട് ഫോർ കൺക്ലൂഷൻ. സച്ച് എ മോഷൻ ഈസ് നോൺ ആസ് ക്ലോഷർ. ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു മെമ്പർക്ക് ഫീൽ ചെയ്യുകയാണ് നമ്മൾ ഒരുപാട് സമയം ഈ ഒരു ഡിസ്കഷന് വേണ്ടി എടുത്തു എന്ന് തോന്നുകയും അവരെത്രയും പെട്ടെന്ന് അത് കൺക്ലൂഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ദാറ്റ് ദ മൂവർ വാണ്ട്സ് ടു നോ മോർ ഡിസ്കഷൻ. അതിൻ്റെ മീനിങ് എന്താണ്? ഇനി ഒരു ഡിസ്കഷനിലേക്ക് കടക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഓൺ ദ മോഷൻ ഫോർ അമെൻമെൻറ്റ് ബട്ട് ഹി വാണ്ട്സ് ടു പുട്ട് ഇറ്റ് വോട്ട് ഫോർ അറൈവിങ് അറ്റ് എ ഡെഫിനിറ്റ് ഡെസിഷൻ. അതായത് ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമയം കളയുന്നതിനോട് താല്പര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ വോട്ടിന് ഇട്ടുകൊണ്ട് ഒരു ഡെഫിനറ്റ് ഡെസിഷൻ എടുക്കാൻ പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നാണ്. ദ ഒബ്ജക്റ്റ് ഓഫ് മൂവിങ് ദിസ് മോഷൻ ഈസ് ടു പ്രിവെൻറ്റ് എ വോട്ട് ബീയിങ് ടേക്കൺ ഓൺ ദ മെയിൻ മോഷൻ അണ്ടർ ഡിസ്കഷൻ ഓർ പ്രിവെൻറ്റ് ഫർദർ ഡിസ്കഷൻ ഓൺ ദ മെയിൻ മോഷൻ. മെയിൻ മോഷന് ഒന്നില്ലെങ്കിൽ ഫർദർ ഡിസ്കഷനിലേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പ്രിവെൻറ്റ് എ വോട്ട് ബീയിങ് ടേക്കൺ ഓൺ ദ മെയിൻ മോഷൻ. മെയിൻ മോഷന് മുകളിൽ വരുന്ന ആ വോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇഫ് ദിസ് മോഷൻ ഈസ് ക്യാരീഡ്, ഇത് നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഡിസ്കഷൻ ഓൺ ദ മെയിൻ മോഷൻ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പായി പോവും. ഇറ്റ് കനോട്ട് ടേക്കൺ അപ്പ് എഗെയിൻ. പിന്നീട് ആ മീറ്റിങ്ങിൽ അതേ ചർച്ച വീണ്ടും അവിടെ ചെയ്യാൻ സാധ്യമല്ല. ഇഫ് ദ മോഷൻ ഈസ് ലോസ്റ്റ് ദ മെയിൻ മോഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി പുട്ട് ടു വോട്ട് വിതൗട്ട് എനി ഫർദർ ഡിസ്കഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മോഷൻ അവിടെ ലോസ്റ്റ് ആവുകയും അതിനുശേഷം മെയിൻ മോഷൻ എന്താണോ അത് പെട്ടെന്ന് തന്നെ വോട്ടിനിടുകയും ഒരു ഫർദർ ഡിസ്കഷൻ പോലും ഇല്ലാതെ പെട്ടെന്ന് വോട്ടിനിടുകയും ചെയ്യുന്നു. ഇതിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന നെക്സ്റ്റ് ബിസിനസ് ആണ്. മീനിങ്സ് ഓൺലി ടു മൂവ് ടു ദ നെക്സ്റ്റ് ബിസിനസ്. ഇവിടെ പറയുന്നത് ഇഫ് മൂവ്ഡ് ആൻഡ് ക്യാരിഡ് ദ മീറ്റിംഗ് പ്രൊസീഡ്സ് ടു നെക്സ്റ്റ് ഐറ്റം ഓഫ് ദ അജണ്ട. അജണ്ടയിൽ പറയുന്ന അടുത്ത ഐറ്റത്തിലേക്ക് നമ്മൾ കിടക്കുക. ഇഫ് നോട്ട് പാസ്ഡ് ഡിസ്കഷൻ ഓൺ ദ ഒറിജിനൽ മോഷൻ കണ്ടിന്യൂ. അത് പാസ്സാക്കിയിട്ടില്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ ഒറിജിനൽ മോഷൻ ഉണ്ടായിരുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി എന്നുള്ളതാണ്. ഇത് സസ്പെൻഡിങ് ദ ഡിസ്കഷൻ, ആ ഡിസ്കഷനെ സസ്പെൻഡ് ചെയ്യാം. ഓർ ടു മൂവ് ഓർ റെഫറിങ് ദ മാറ്റർ ബാക്ക് ടു കമ്മിറ്റി. ഇഫ് ഇറ്റ് ഈസ് ക്യാരിഡ് ദ മാറ്റർ ഈസ് റെഫർ ടു ദ കമ്മിറ്റി ഫോർ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ മാറ്റർ എന്ത് ചെയ്യും? കമ്മിറ്റിക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. ആൻഡ് ഇഫ് നോട്ട് ക്യാരിഡ് ഡിസ്കഷൻ ഓഫ് ദ സെയിം കണ്ടിന്യൂ. പ്രത്യേകിച്ചൊന്നും അത് ക്യാരി ചെയ്യുന്നില്ലെങ്കിൽ അത് സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്ന അഡ്ജേൺമെൻറ്റ് എന്നാണ്. അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഫെൽറ്റ് ബൈ എനി ഓഫ് ദ മെമ്പർ പ്രസൻറ്റ് അറ്റ് മീറ്റിംഗ് ദ പെർട്ടിക്കുലർ മോഷൻ ഷാൽ ബി അഡ്ജേൺഡ് ടു സം അതർ ഡേ. ചില മെമ്പർക്ക് തോന്നുകയാണ് ഇതൊന്നും തീരുമാനമാവില്ല, അപ്പോൾ ഇതിന് വേണ്ടി സമയം കളയേണ്ട, ഇത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി അവർ പറയും ഹി മേ മൂവ് ദ മോഷൻ ഫോർ അഡ്ജേൺമെൻറ്റ്. ഇഫ് ദ അഡ്ജേൺമെൻറ്റ് മോഷൻ ക്യാരിഡ് ദ മീറ്റിംഗ് ഈസ് അഡ്ജേൺഡ് അക്കോർഡിംഗ് ടു ടേംസ് ഓഫ് മോഷൻ. അപ്പോൾ ആ മോഷൻ്റെ ടേംസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ മീറ്റിംഗ് പിന്നീടേക്ക് അഡ്ജേൺ ചെയ്യുന്നതായിട്ട് മാറും. ഇഫ് ഇറ്റ് ഈസ് ലോസ്റ്റ്, ഇനി അത് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ അവിടെ റെസ്യൂം ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് മെയിൻ ടോപ്പിക്കാണ് കമ്പനി സെക്രട്ടറി. ആരാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ സെക്രട്ടേറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ് ആസ് പെർ പോളിസി ആൻഡ് ഇൻസ്ട്രക്ഷൻ ലേഡ് ബൈ ദ കമ്പനീസ് ആക്ട് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും കമ്പനീസ് ആക്ടിൻ്റെയും പ്രത്യേക ഇൻസ്ട്രക്ഷനോ പോളിസിയോ പ്രകാരം കമ്പനി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറെയാണ് എന്ത് പറയുന്നത്? കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 1956, കമ്പനീസ് ആക്ട് 1988, കമ്പനി സെക്രട്ടറി മീൻസ് എ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കമ്പനി സെക്രട്ടറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു മെമ്പർ ആയിരിക്കുന്ന വ്യക്തിയും ഇൻക്ലൂഡ്സ് എനി അതർ ഇൻഡിവിജ്വൽ പൊസസിങ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻറ്റഡ്.
അത് പ്രകാരം ഉള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളും അത് പൊസസ് ചെയ്തിരിക്കുന്ന പെർഫോം ദ ഡ്യൂട്ടീസ് വിച്ച് മേ ബി പെർഫോംഡ് ബൈ എ സെക്രട്ടറി അണ്ടർ ദ ആക്ട്. ഈ ആക്ട് പ്രകാരം സെക്രട്ടറി എന്നുള്ള ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതും ആൻഡ് അതർ മിനിസ്റ്റീരിയൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, ഒപ്പം തന്നെ മറ്റുള്ള മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും പെർഫോം ചെയ്യുന്ന ആളെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. An individual, so any firm or body corporate cannot be appointed as a secretary. ഇതിൽ പറയുന്ന കമ്പനീസ് ആക്ട് പ്രകാരം അങ്ങനെ എല്ലാവരെയും കമ്പനി സെക്രട്ടറിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നിർബന്ധമായിട്ടും പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ആവശ്യമാണ്. അതിൽ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ഓർ ഹാസ് റിക്വിസിറ്റ് ക്വാളിഫിക്കേഷൻ, അവർ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് കമ്പനി സെക്രട്ടറിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ആൻഡ് സെക്രട്ടറി ഷുഡ് ഓൺലി പെർഫോം ദ മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആണ് ഒരു സെക്രട്ടറി അവിടെ പെർഫോം ചെയ്യുന്നത്. ഇനി സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ്. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇൻ കേസ് ഓഫ് കമ്പനീസ് ഹാവിങ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹2 crore ഓർ മോർ, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 2 കോടിയോ അതിലധികമോ ആണെങ്കിൽ ദ ഹോൾ ടൈം സെക്രട്ടറി മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ. അവിടെ ഒരു ഹോൾ ടൈം കമ്പനി സെക്രട്ടറിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ കമ്പനീസ് ഹാവിങ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലെസ് ദാൻ 2 crore ആണെങ്കിൽ താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ആണെങ്കിലും മതി. ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സായാൽ മതി. കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ പാസ്സായ ഒരാൾക്കാവാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഓർ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ് അവർക്കും ഇതിന് അർഹതയുള്ള ആളാണ്. ഡിഗ്രി ഇൻ ലോ ഗ്രാൻറ്റഡ് ബൈ എനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ലോ പ്രകാരം നിയമപ്രകാരം ഡിഗ്രി ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ഉള്ള ആൾക്ക്, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക്, അതും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ എനി യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിച്ചൊരു വ്യക്തിക്ക്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പനി സെക്രട്ടറിഷിപ്പ് ഗ്രാൻറ്റ് ചെയ്തിരിക്കുന്ന കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ എടുത്തിരിക്കുന്ന വ്യക്തികൾ, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പനി ലോ അല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഇത്തരത്തിലെ കാര്യങ്ങൾ അറിവ് നേടിയ ആൾക്ക്, മെമ്പർഷിപ്പ് ഓഫ് ദ അസോസിയേഷൻ ഓഫ് സെക്രട്ടറീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് കൊൽക്കത്ത. ഇത്രയും ഈ 2 കോടിയിൽ താഴെയുള്ള കമ്പനീസിനാണെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളെ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ അതർ ക്വാളിഫിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ, കമ്പനി സെക്രട്ടറി ഷുഡ് ഹാവ് സം അതർ ക്വാളിഫിക്കേഷൻ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്. ഹീ ഷുഡ് ഹാവ് ഗുഡ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എ ഗുഡ് ലാംഗ്വേജ്. നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ലാംഗ്വേജും ഉണ്ടായിരിക്കണം. പോസസ് നോളജ് ഓഫ് സെക്രട്ടറിയൽ വർക്കിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക. ഷുഡ് നോ ദ കമ്പനി ലോ ആൻഡ് ലോസ് ക്ലിയർലി. എല്ലാ കമ്പനിയുടെ ലോകളും ക്ലിയർ ആയിട്ട് അറിവുള്ള ഒരാളായിരിക്കണം. പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡീൽ വിത്ത് സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഔട്ട്സൈഡേഴ്സുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. പേഴ്സണാലിറ്റി ഷുഡ് ബി വെരി അട്രാക്റ്റീവ് ആയിരിക്കണം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഹി ഷുഡ് ബി അൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം. ത്രൂ ഹിസ് കമാൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്, കോമൺ സെൻസ് ആൻഡ് ക്വിക്ക് ഡെസിഷൻ മേക്കിംഗ് പവർ, കൂടാതെ കമാൻഡ് ചെയ്യാനുള്ള പവർ, സൗണ്ട് ജഡ്ജ്മെൻറ്റ്, നല്ല രീതിയിൽ കാര്യങ്ങളെ നിരൂപിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കുക. കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്വിക്കായിട്ട് ഡെസിഷൻ മേക്കിംഗ് പർപ്പസ്, ഡെസിഷൻ പെട്ടെന്ന് തന്നെ വേണ്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ആരാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളതും അവരുടെ ക്വാളിഫിക്കേഷനും എന്താണെന്നുള്ളത്. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഹോൾ ടൈം മാനേജറിൽ പേഴ്സണലായിട്ട് ചെയ്യണമെങ്കിൽ മാനേജിങ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ ആൻഡ് ദെയർ ആബ്സെൻസ് എ ഹോൾ ടൈം ഡയറക്ടറായിട്ട്, കമ്പനി സെക്രട്ടറി ആയിട്ട്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറൊക്കെ, ഇതൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പദവികൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സബ്സെക്ഷനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെ ചീഫ് മാനേജറൽ പേഴ്സണൽ ഇൻ റിലേഷൻ ടു കമ്പനി മീൻസ്, അത് ആരൊക്കെ ആവാം? മാനേജറൽ പൊസിഷനിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO ആവാം, കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതർ ഓഫീസർ നോട്ട് മോർ ദാൻ 1 level below the ഡയറക്ടേഴ്സിന് തൊട്ട് താഴെ വരുന്ന സച്ച് അതർ ഓഫീസർ മേ ബി പ്രിസ്ക്രൈബ്ഡ്.
ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ലീഗൽ പൊസിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഒരു കമ്പനി സെക്രട്ടറിയുടെ ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ സെർവൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എ സെക്രട്ടറി ഈസ് ഡയറക്റ്റഡ് ടു ആക്ട് അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിയുടെ ഡയറക്ടേഴ്സ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ്. സോ ഹീസ് എ സെർവൻറ്റ് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഏജൻറ്റ് ഓഫ് ദ കമ്പനി, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ തന്നെ സെക്രട്ടറിയുടെ പവർ എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കഴിവ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യാനും അതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന മാറ്റേഴ്സുമായിട്ട് അഡ്മിനിസ്ട്രേഷൻ കണ്ടക്ട് ചെയ്യുക. സോ ഹീ ഈസ് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ആൻഡ് തേർഡ് പോയിന്റിൽ ഓഫീസർ ഓഫ് ദ കമ്പനി, ചീഫ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിനിസ്റ്റീരിയൽ വർക്ക് നിർബന്ധമായും അവരുടെ കമ്പനി എവിടെയാണുള്ളത് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അണ്ടർ ദ ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ സെക്രട്ടറി, സെക്രട്ടറിയുടെ സൂപ്പർവിഷനും ഗൈഡൻസോടു കൂടിയാണ് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മറ്റുള്ള വർക്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്, മിനിസ്റ്ററിയൽ വർക്കൊക്കെ ചെയ്യുന്നത്. സോ ഹീ ഈസ് ആക്ടിങ് ആസ് എൻ ഓഫീസർ ഓഫ് ദ കമ്പനി. അപ്പോൾ ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന 3 തരത്തിലാണ്: ആക്ടിങ് ആസ് എ സെർവൻറ്റ്, ഏജൻറ്റ് ആൻഡ് ഓഫീസർ. ഇനി വാട്ട് ആർ ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി ഡ്യൂട്ടീസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മെയിനായിട്ട് പ്രൊമോഷൻ, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ദോർ വിത്ത്. കമ്പനിയുടെ പ്രൊമോഷൻ, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഫയലിംഗ് നടത്തുക, രജിസ്റ്റർ ചെയ്യുക ഡോക്യുമെൻറ്റ്സുകൾ, റിട്ടേൺസ് ഫയൽ ചെയ്യുക, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക സെക്രട്ടേറിയൽ റെക്കോർഡ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്കും രജിസ്റ്ററൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, ജനറൽ മീറ്റിങ്ങുകളും ബോർഡ് മീറ്റിംഗും അറേഞ്ച് ചെയ്യാം, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാം, ഓൾ വർക്ക്സ് റിലേറ്റഡ് ടു ദ ഷെയർസ് ആൻഡ് ദെയർ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ. ഷെയറുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകൾ ചെയ്യുക, അതിൻ്റെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അഡ്വൈസിങ് ദ കമ്പനി ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ലീഗൽ ആസ്പെക്ട്സ്, സെബിയുടെ ആക്ട് പ്രകാരം, ഡെപ്പോസിറ്ററി ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് ഇത് പ്രകാരമുള്ള ലീഗൽ ആസ്പെക്റ്റിൽ കമ്പനിക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്യാം. റെപ്രസെൻറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ആൻഡ് അതർ പേഴ്സൺസ് ബിഫോർ കമ്പനി ലോ ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനി, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ഇവരുടെയൊക്കെ മുന്നിൽ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാം. ഡീൽ വിത്ത് ആർബിട്രേഷൻ ആൻഡ് കൺസിലിയേഷൻ സർവീസ് ആൻഡ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് സർവീസ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസുകൾ, മാർക്കറ്റ് സർവീസുകളും അതേപോലെ ആർബിട്രേഷനുമായിട്ട് ഡീൽ ചെയ്യുക, കൺസീലിയേറ്റ് ചെയ്യുക സർവീസുകൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഡീൽ വിത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സർവീസുകൾ, ടാക്സേഷൻ സർവീസ്, മാനേജ്മെൻറ്റ് സർവീസ്, കമ്പനിക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, അക്കൗണ്ടിങ് സർവീസുകൾ, ഫിനാൻസ് എല്ലാം ഡീൽ ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. കൂടാതെ താഴെ പറയുന്ന കുറച്ച് ഡ്യൂട്ടീസ് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യുക, അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പവേഴ്സ് ഇതെല്ലാം കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കുക. മീറ്റിംഗ് കൺവീൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ബോർഡ്, കമ്മിറ്റി ആൻഡ് ജനറൽ മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യാം. അതേപോലെ അതിൻ്റെ മിനിറ്റ്സ് ആ മീറ്റിങ്ങിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്രൂവൽസ് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന്, ബോർഡിൽ നിന്നും ജനറൽ മീറ്റിംഗിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും വേണ്ടതായിട്ടുള്ള അപ്രൂവൽ, അതോറിറ്റീസ് ആ പ്രൊവിഷൻ പ്രകാരം ഏതൊക്കെ അതോറിറ്റീൻ്റെ അപ്രൂവലാണോ അതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യാം. ടു റെപ്രസെൻറ്റ് ബിഫോർ വേരിയസ് റെഗുലേറ്റേഴ്സ് ആൻഡ് അതർ അതോറിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ഡിസ്ചാർജ് ഓഫ് വേരിയസ് ഡ്യൂട്ടീസ്. ഈ ആക്ടിൽ പറയുന്ന പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പല ആക്ടിവിറ്റീസ് അവിടെ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, റെഗുലേറ്റേഴ്സിൻ്റെ മുമ്പിലും മറ്റുള്ള അതോറിറ്റീസിൻ്റെ മുമ്പിലും റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് അസിസ്റ്റ് ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോർഡ് ഓഫ് അഫെയർസിനെ ബോർഡിലേക്ക് കൃത്യമായിട്ട് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ബോർഡിനെ അഡ്വൈസ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദ ബോർഡ് ഇൻ എൻഷുറിംഗ് ദ കംപ്ലയൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസിനും കോർപ്പറേറ്റ് ഗവേണൻസിനും വേണ്ടതായിട്ടുള്ള അസിസ്റ്റൻസും അഡ്വൈസും ബോർഡിന് പ്രൊവൈഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് സ്പെസിഫൈഡ് അണ്ടർ ദ ആക്ട് ഓർ റൂൾസ്. ഈ ഒരു ആക്ട് പ്രകാരമോ റൂൾ പ്രകാരമോ മറ്റുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുക. ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് മേ ബി അസൈൻഡ് ബൈ ദ ബോർഡ് ഫ്രം ടൈം ടു ടൈം. സമയാസമയങ്ങളിൽ ബോർഡ് പ്രത്യേകമായി വല്ല ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിസ്ചാർജ് ചെയ്യുക. ഇത്രയാണ് കമ്പനി സെക്രട്ടറിയുടെ അതർ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. കമ്പനി സെക്രട്ടറിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഹി ഹാസ് എ റൈറ്റ് ടു കൺട്രോൾ, സൂപ്പർവൈസ് ആൻഡ് ഡയറക്ട് ദ സബോർഡിനേറ്റ് പേഴ്സൺസ് ഓഫ് ദ കമ്പനി.
കമ്പനിയിലെ സബോർഡിനേറ്റ് പേഴ്സൺസിന് വേണ്ടതായ കൃത്യമായിട്ട് അവരെ കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് റൈറ്റ് ടു അറ്റൻഡ് ദ ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ജനറൽ മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ്. ഹി ഹാസ് റൈറ്റ് ടു സൈൻ എനി കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് വേണ്ടിയിട്ട് ഏതൊരു കോൺട്രാക്റ്റും സൈൻ ചെയ്യാനുള്ള റൈറ്റ്. അതിൻ്റെ അപ്രൂവൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അത് സൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇഫ് ഹി ഫീൽസ് ദാറ്റ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് സെക്രട്ടറിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഹി ഹാസ് എ റൈറ്റ് ടു ഇഷ്യൂ പ്രോപ്പർ ഗൈഡ് ലൈൻസ് ടു ദ കൺസേൺഡ് ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ കൺസേൺഡ് ഓഫീസേഴ്സിന് വേണ്ട ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ഹി ഹാസ് റൈറ്റ് ടു സൈൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് ജനറൽ മീറ്റിംഗ്. ബോർഡിലും ജനറൽ മീറ്റിങ്ങിലും പറയുന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രൊസീഡിങ്സിനെ സൈൻ ചെയ്യാനുള്ള റൈറ്റ്. ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ബിഹാഫ് ഓഫ് ദ കമ്പനി വേർ കോമൺ സീൽ ഈസ് നോട്ട് റിക്വയർഡ്. കോമൺ സീൽ ആവശ്യമില്ലാത്ത മറ്റുള്ള ഡോക്യുമെൻറ്റിലും സൈൻ ചെയ്യാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി he has the right to claim his legal dues as a preferential creditor of a company. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എക്സൈസ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡ്യൂസ് നിയമപരമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ സെക്രട്ടറിക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവകാശമുണ്ട് ആസ് എ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. ഒരു കമ്പനിയുടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർക്ക് എത്രത്തോളം അത് കിട്ടാനുള്ള അവകാശമുണ്ടോ അതേ അവകാശം കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറിയും അവരുടെ ലീഗൽ പൊസിഷനും അവരുടെ ഡ്യൂട്ടീസും റൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ലയബിലിറ്റീസ്, സെക്രട്ടറിയുടെ ബാധ്യതകൾ എന്ന് പറയുന്നത് ഹി ഈസ് ആൻ ഓഫീസർ ഓഫ് എ കമ്പനി സെയിം ആസ് ഡയറക്ടേഴ്സ്. ഡയറക്ടറെ പോലെ തന്നെ കമ്പനിയുടെ ഓഫീസറാണ്. ഹി ഹാസ് എ ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ് ടു പെർഫോം ഫോർ ദ കമ്പനി. കമ്പനിക്ക് വേണ്ടി വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് പെർഫോം ചെയ്യേണ്ട ആളാണ്. ഹി ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഓണസ്റ്റ്ലി. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും വളരെ സത്യസന്ധമായിട്ടും വേണം ആ പ്രവർത്തികൾ അവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇഫ് ഹി കമ്മിറ്റ്സ് എനി റോങ്ഫുൾ ആക്ട്, ഏതെങ്കിലും തരത്തിലുള്ള റോങ്ഫുൾ ആക്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് പേഴ്സണലി ലയബിൾ ടു ക്രിമിനൽ ചാർജസ്. വ്യക്തിപരമായിട്ട് അതിന് ലയബിൾ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ പീനലൈസ്ഡ് വിത്ത് എ ഫൈൻ. ഫൈനോടുകൂടി ചിലപ്പോൾ പെനാൽറ്റിയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയാണ് ഒരു സെക്രട്ടറിയുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.